ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ശ്രീ വൈക്കം മഹാദേവ ക്ഷേത്രം ഇന്ത്യയിലൊട്ടാകെയുള്ള 108 മഹാശിവസ്ഥാനങ്ങളിൽ വളരെ പ്രശസ്തമായ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് വൈക്കം ക്ഷേത്രം. വൈക്കത്തഷ്ടമി ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരനെ കണ്ടു എന്നുള്ള ഗാനമൊക്കെ നമുക്ക് മലയാളികൾക്ക് ചിരപരിചിതമാണ്. ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് കാണാം. ശ്രീ വൈക്കം മഹാദേവ ക്ഷേത്രമാണിത്. വളരെ പുരാതനമായിട്ടുള്ള പാവനമായിട്ടുള്ള ശിവസ്ഥാനങ്ങളിലൊന്നാണിത്. വൈക്കം മഹാദേവ ക്ഷേത്രം, വൈക്കത്തഷ്ടമി, ഇതിനെക്കുറിച്ചൊക്കെ അറിയാത്ത ഏതെങ്കിലും ഭക്തജനങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ? ശ്രീ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വൈക്കത്തപ്പൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആൾ സംസാരിക്കും. നമുക്ക് കേൾക്കാം. അപ്പോൾ മഹാദേവൻ എന്ന് പറയുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ഏത് കാര്യത്തിനും നമ്മൾ വരുന്നവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഒരു ഭഗവാനാണ്. അദ്ദേഹം ആ ഭഗവാന്റെ രൂപം എന്ന് പറയുന്ന രാവിലെ ദക്ഷിണാമൂർത്തിയാണ്. വിദ്യാഭ്യാസം, കല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ആ ഒരു ഭഗവാനാണ്. ഉച്ചയ്ക്ക് കിരാതമൂർത്തിയാണ്. രൗദ്രഭാവത്തിൽ തന്നെയുള്ള ഭഗവാനാണ്. വൈകിട്ട് പാർവതി സമേതനായി നിൽക്കുന്ന ശിവ ഭഗവാനാണ്. അതിൽ 3 നേരവും ആ 3 ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതിൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളുടെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വൈകിട്ടാണ് കൂടുതൽ പ്രാധാന്യം കാണുന്നത്. പ്രാർത്ഥിക്കുക. അതിൽ പുറകിൽ ഒരു വിളക്കുണ്ട്. അത് ആൽവിളക്കാണ്. അത് പാർവതി ദേവി വരണ ഭഗവാൻ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അത് കിടാവിളക്കായിട്ട് കത്തിക്കുന്നത്. ഇത് പല സമയങ്ങളിലും കത്തിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചികമാസത്തിലെ അഷ്ടമിയാണ്. അതുപോലെ തന്നെ കുംഭമാസത്തിൽ മാസി അഷ്ടമിയുണ്ട്. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ശരിക്ക് അഷ്ടമി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ വ്യാഘ്രപാദ മഹർഷി ഇവിടെ തപസ് അനുഷ്ഠിച്ചപ്പോൾ പാർവതി സമേതനായി ഭഗവാൻ ദർശനം കൊടുത്ത ഒരു ഐതിഹ്യമാണ് അതിനകത്തുള്ളത്. അത് ആ കിഴക്കേ ഒരു ആൽത്തറ ചുവട്ടിലാണ് ഭഗവാൻ ദർശനം കൊടുത്തത്. അത് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ അഷ്ടമി വിളക്ക് എന്ന് പറയുന്ന ഭഗവാൻ അന്ന് അന്നദാനം പോലും കഴിക്കാതെ മകനായ ഉദനാവൃത്തപ്പനെ കാത്ത് നിൽക്കുന്ന ഒരു വെളിയിലിറങ്ങി ആനപ്പന്തലിൽ എഴുന്നള്ളിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഉദനാപുരത്തുനിന്ന് താരകാസുര നിഗ്രഹം കഴിഞ്ഞ് ഭഗവാൻ വിജയശ്രീലാളിതനായി ദേവസേനാപതിയായ ഉദയനാപുരത്തപ്പൻ സുബ്രഹ്മണ്യ സ്വാമി അവിടെ കയറേണ്ടതാണ്. അവിടെ തൊഴണം. അപ്പോൾ പല പരിവാരങ്ങളായിട്ടാണ് വരുന്നത്. അതിൽ പല ദേവീദേവന്മാരുണ്ട്. അവരെല്ലാരും കൂടി അച്ഛന്റെ അടുക്കലേക്ക് വരികയാണ്. ആഘോഷമാണ്. അതാണ് ഏറ്റവും ജീവിതത്തിൽ കാണേണ്ട അവരുടെ സംഗമമാണ്. മകനും തമ്മിലുള്ള ആ സംഗമം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃപുത്ര ബന്ധം. അത് നമുക്ക് കോൾമേർ കൊള്ളുന്നതാണ്. നമ്മുടെ മനസ്സ് പോലും നമ്മൾ അത്ര സന്തോഷിക്കും. ഈ ലോക ദൈവങ്ങളെല്ലാം ആ സമയത്ത് പുഷ്പവൃഷ്ടി നടത്തുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് അച്ഛന്റെ സ്ഥാനം മകന് വേണ്ടി കൊടുക്കുകയാണ്. മാറി നിൽക്കും. തളക്കല്ലയിൽ നിന്ന് മാറി നിന്ന് മകന് വേണ്ടി ആ സ്ഥാനം കൊടുത്ത് സ്വീകരിക്കുക. അഷ്ടമി ദിവസം അതാണ് വൈക്കത്തഷ്ടമി പ്രാധാന്യം. അത് കഴിഞ്ഞ് അതിനൊരു അവകാശിയുണ്ട്. ഈ വസ്തുവിന്റെ അവകാശി എന്താണോ ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഒരു കാണിക്കിടാനുള്ള അവകാശമുള്ള കർഗേക്കൈമ എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിനാണ്. അതിലെ കാരണവരെ കൊട്ടാരത്തിൽ നിന്ന് കൊട്ടുവാദ്യങ്ങളോടും കൂടി തീവട്ടിയോടുകൂടി കൊണ്ടുവന്ന് അദ്ദേഹം കാണിക്ക ആദ്യം സമർപ്പിക്കുന്നു. അതിനുശേഷം ഭക്തേനങ്ങൾ സമർപ്പിക്കുന്നു. ഇതിനുശേഷമാണ് ഇവർ ഒരു പ്രദക്ഷിണത്തിന് ശേഷം ഇവർ ഓരോരുത്തരും വിടവ് ചൊല്ലി ഭഗവാനോടും പോവുകയാണ്. ആദ്യം ഉദയനാവൃത്തപ്പനോടും പാർവതീദേവിയോട് കൊടുവരിച്ചോട്ടിൽ വിടയൊല്ലുന്നു. അതിനുശേഷം ഉദയനാവൃത്തപ്പനോടും വൈക്കത്തപ്പനോടും വിടയൊല്ലുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം ഉദയനാവൃത്തപ്പൻ പാർവതി ദേവിയോട് വിടയൊല്ലി ഭഗവാനോടും അച്ഛനായ ഭഗവാനോടും വിടയൊല്ലി
ഓരോ വശവും നിന്ന് വിട ചൊല്ലി അവസാനം വടക്കേ ഗോപുരത്തിന്റെ അവിടം വരെ വന്ന് നിന്ന് വിട ചൊല്ലിയിട്ട് ഭഗവാൻ നോക്കി നിൽക്കുകയാണ്. ആ ദിവസം തന്നെയാണോ ആ ദിവസം തന്നെ. അത് ഒരു വെളുപ്പാങ്കാലം ഒരു 4 മണി 4:30 മണിയാകുമ്പോഴത്തേക്കും ഭഗവാൻ വടക്കോട്ട് നോക്കി മകൻ പോകുന്ന ദുഃഖത്തോടെ നിന്ന് അതിലേറ്റവും വിശിഷ്ടമായത് ആ സമയത്താണ് ദുഃഖഖണ്ഡാരം എന്ന ഒരു രാഗത്തില് പിന്നെ നാഗസ്വരം വായിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, ഏത് രാഗവ? ദുഃഖഖണ്ഡാരം. ദുഃഖഖണ്ഡാരം അത് ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്നതാണ്. ആ രാഗത്തിലാണ് നാഗസ്വരം വായിച്ച് ഭഗവാൻ അകത്തേക്ക് അധികം പൊട്ടൊന്നുമില്ലാതെ അകത്തേക്ക് ദുഃഖത്തോടുകൂടി കയറി പോവാണ്. അതോടെ തീർന്നു. പിന്നെ പിറ്റേ ദിവസം ആറാട്ട് അത് ഉദയനാപുരം ത്തുള്ള അമ്പലത്തിന്റെ അടുത്തുള്ള കിഴക്കേ നടയിലുള്ള ആറാട്ടുകുളത്തിലാണ് വൈക്കത്തപ്പന്റെ ആറാട്ട്. അതിനുശേഷം അച്ഛനും മകനും കൂടെ ഒരു പീഠത്തിലിരുന്ന് പൂജ നടത്തുന്ന കേരളത്തിൽ എങ്ങുമില്ലാത്ത ഒരു അനുഭവമാണ്. അച്ഛനും മകനും ഒരുമിച്ചിരുന്ന് മകൻ എഴുന്നേറ്റ് നിന്ന് അച്ഛന് വിളമ്പി കൊടുക്കുന്നു എന്നാണ് സങ്കല്പം. ആ സമയത്താണ് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതും തുലാഭാരം നടത്തുന്നതും അങ്ങനെ അടിമ കടത്തുന്നതും ഒക്കെ നടക്കുന്നത്. അതിനുശേഷം അവിടെയും ഇതുപോലെ വിട ചൊല്ലി തിരിഞ്ഞ് പോരുകയാണ് ചെയ്യുന്നത്. ഉദയനാപുരത്തപ്പന്റെ ആറാട്ട് വൈക്കത്ത് കിഴക്കേ നടയിലുള്ള ആറാട്ടുകുളങ്ങരയിലാണ്. അവിടെയും അതും ഇതുപോലെ തന്നെ ശ്രീകോവിൽ രണ്ടുപേരെ ഒരേ പീഠത്തിൽ ഇരുന്ന് പൂജ നടത്തിയാണ് ചെയ്യുന്നത്. ഇവിടെ ഭഗവാന്റെ മടിയിൽ മകനെ ഇരുത്തി കൂട്ടുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം. വൃശ്ചികമാസത്തിലായിരുന്നു ഇവിടുത്തെ ഉത്സവം ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത്. അത് കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ്. എത്ര ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഇതാണ്. ഈ ക്ഷേത്രം തന്നെ മഹാക്ഷേത്രമല്ലേ? മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ ഓരോ ചടങ്ങുകൾക്കും പല പല വ്യത്യസ്തങ്ങളായ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെ പ്രസന്ന രൂപത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ വരുന്നവർക്കാണ് കൂടുതൽ അനുഭവം കിട്ടുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞങ്ങളൊക്കെ മനസ്സിലായത്. ഞങ്ങളൊക്കെ ഓരോ ജോലിയുടെ കാര്യമാണെങ്കിലും കുടുംബപരമായ കാര്യങ്ങളിലാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിന്റെ അനുഭവം ഞങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഇപ്പൊ ഇന്നൊരു വടക്കോർത്ത് പാട്ടും കോടിയർച്ചന എന്നുള്ള അതിനുവേണ്ടി ഒരു ഹെൽപ്പിന് വേണ്ടി ഞങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുകയാണ്. ഒരു കൗണ്ടറിൽ ഇരിക്കുകയാണ്. അതിന്റെ അർച്ചന പ്രസാദം അതിനു വേണ്ടിയിട്ട് ഒരു രസീത് എഴുതാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പിന്നെ ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത തെക്കേ മൂലയിൽ നിന്ന് നമുക്ക് 4 ഗോപുരവും കാണാവുന്ന രീതിയിലാണ്. അതായത് ഈ വശം തെക്കേ കന്നിമൂലയിൽ നിന്നാൽ 4 ഗോപുരവും നമുക്ക് ദർശിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. അത്രയും 8 ഏക്കറിൽ വിസ്തൃതിയിൽ നിൽക്കുന്നതാണ് വലിയൊരു ഊട്ടുപുര. പിന്നെ അല്ലാതെ ഇവിടുത്തെ ഏറ്റവും മുഖ്യമായ വഴിപാടെന്ന് പറഞ്ഞാൽ പ്രാതലാണ്. ഉച്ചയ്ക്ക് എല്ലാ ദിവസവും അത് ഓരോരുത്തരുടെ വക വഴിപാടാണ്. അതൊരു ഉച്ചപൂജ കഴിഞ്ഞാൽ ഉടനെ അത് ഉണ്ടാവും. അത് വലിയ അടുക്കളയിലും ചെറിയ അടുക്കളയിലാണ് അതിന്റെ പാചകങ്ങൾ ചെയ്യുന്നത്. അത് സദ്യയാണ്. പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ്. എല്ലാ ദിവസവും ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ വൈകിട്ട് കഞ്ഞിയുണ്ട്. പിന്നെ അതുമൊക്കെ ഓരോ ഭക്തജനങ്ങളുടെ വഴിപാടാണ്. അപ്പൊ ഈ അന്നദാനം എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആര് വന്നാലും ഇവിടെ പട്ടിണി ഉണ്ടാകരുത് എന്നൊരു ഒരു ഭഗവാനാണ്. നല്ല രീതിയിൽ അത് നടന്നു പോകുന്നുണ്ട്. അതിൽ ദേഹണിക്കാനുള്ള അവകാശം മുട്ടസ് തിരുമേനിക്കാണ്. വില്യമംഗലത്ത് സ്വാമിയാർ വന്നപ്പോ വില്യമംഗലത്ത് സ്വാമിയാർ വന്നപ്പോ ഭഗവാന് ശ്രീകോവിൽ കണ്ടില്ല, ശ്രീലകത്ത് കാണുന്നില്ല. അപ്പൊ നോക്കിയപ്പോൾ ഭഗവാൻ പായസം ആണെന്ന് തോന്നുന്നു, എനിക്ക് അത്രയില്ല, ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന ദേഹണപ്പുരയിൽ അടുക്കളയിൽ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ഭഗവാന് മനസ്സിലായി ആള്. അദ്ദേഹം ഭഗവാൻ ഉടനെ ചട്ടുകം പിടിക്കൂ കുട്ടാന്നും പറഞ്ഞ് കൊടുക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയ ആ കുടുംബത്തിനാണ് മുട്ടസ് എന്നുള്ള പേര് ഉള്ള അവരുടെ കുടുംബത്തിലുള്ളവരാണ് ദേഹണിക്കുന്നത്. അവർക്കാണ് അതിന് അവകാശം. പിന്നെ വലിയ അടുക്കളയിലെ ചാരമാണ് പ്രസാദമായി നമ്മൾ നൽകുന്നത്. ഉദരരോഗത്തിനും ചൊറിച്ചില് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തമമാണ്. പ്രാതൽ കഴിച്ചാലും വയറിന് എല്ലാവിധ അസുഖവും മാറും എന്നാണ് സങ്കല്പം. അത് ശരി തന്നെയാണ്. ഞങ്ങളിപ്പം കുറച്ച് വൈകുന്നേരം ആയപ്പോഴാ വന്നേ. അതെ. എവിടെയാ വീട്? കായംകുളം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ പോലും. ചേട്ടൻ ഇത്രയും കാര്യം പറഞ്ഞതിൽ വളരെ സന്തോഷം. ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ
ഒരു അനുഭൂതി തോന്നി. മഹാരാജാവിന് പോലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്പലമാണ്. അതാണ് ഇവിടെ കൊട്ടാരം പണിത് വെച്ചിരിക്കുന്നത്. അവർക്ക് അഷ്ടമി ദർശനത്തിന് പങ്കെടുക്കാനും അതിന്റെ വാതിക്കൽ വന്ന് നിൽക്കും ജനാവൃത്തപ്പനും എല്ലാരും. അപ്പോൾ അത് കാണുന്നതിനും വേണ്ടിയിട്ടാണ് കൊട്ടാരം പോലും അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ചൈതന്യവത്തായ സ്ഥലമാണ്. എത്ര തൊഴുന്നാലും മതിയാകത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത്. അത് നമ്മള് എന്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയാം, എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലർക്കും അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കേരളത്തിലെ നമ്പർ 1 ഉത്സവം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ തുടക്കത്തിലുള്ള ഉത്സവം എന്ന് പറയുന്നത് ഇവിടുത്തെയാണ്, ഇവിടുത്തെയാണ്. അത് തൊഴേണ്ടതാണ്. അതുപോലെയുള്ള ഭംഗിയുള്ള ഒരു ഉത്സവം തന്നെയാണ്. ഞങ്ങൾ രാവിലെ തിരുവൈരാണിക്കുളം പാർവതി ദേവിയെ പോയി കണ്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് ആലുവ ശിവക്ഷേത്രം, അപ്പം ഇത് അതുപോലെ തന്നെയാണ് കോടിയർച്ചനയും പടക്കോട്ടും 12 വർഷം കൂടുമ്പോഴാണ്. അത് ഒത്തിരി അതിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാറാരോഗം പിടിപെട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദർശനം കൊടുത്തെന്നാ പറഞ്ഞത്. ഇങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു അല്ല, അപ്പോൾ എന്നെ വന്ന് കാണുക, ഞാനിവിടെ 12 വർഷം കൂടുമ്പോൾ അത് വസൂരിയാണ് വന്നിരിക്കുന്നത്, അത് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛന്റെ അടുക്കലേക്ക് മകൾ 12 വർഷം കൂടുമ്പോൾ ഇവിടെ വരും. ദേവി കൊടുങ്ങല്ലൂരമ്മ, കൊടുങ്ങല്ലൂർ ഭരണിയുടെ പിറ്റേ ദിവസം തൊട്ട് ഇവിടെയുണ്ട്. അപ്പൊ അതിനുവേണ്ടി കൊടുങ്ങല്ലൂരമ്മ വരുമ്പോൾ 12 ദിവസവും കളമെഴുത്തും പാട്ടുകൊണ്ട് ഓരോ ദിവസം അവസാന ദിവസം 64 കൈയോടുകൂടി ആയുധങ്ങളേന്തിയ വേതാളപ്പുറത്തിരിക്കുന്ന പിന്നെ കൊടുങ്ങല്ലൂരമ്മയാണ്. ഭദ്രകാളിയുടെ രൂപമാണ്. കൊടുങ്ങല്ലൂർ ഭരണിയുടെ തലേ ദിവസം എന്റെ വീട് ചെട്ടുളങ്ങരയാ. ചെട്ടുളങ്ങരയമ്മ ആണല്ലോ ദേവിയുടെ മകളല്ലേ. ഇവിടെ ഭരണിക്ക് വരുന്ന വലിയ ചടങ്ങ് അവിടെ ദേവി യാത്ര ചോദിക്കുന്ന മീനഭരണി വളരെ വിശേഷമാണ്. അത് കഴിയുമ്പോ പിന്നെ കൊടുങ്ങല്ലൂരാണ് വിശേഷം. ഓണാട്ടുകരയുടെ വലിയ വിശേഷമാണ്. അത് വളരെ മഹത്താണ്. നമുക്ക് അത് പറയാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് അവിടെ വരുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞതും ഈ ഭഗവാനെ കാണാൻ കഴിഞ്ഞതും ചേട്ടനെ കാണാൻ കഴിഞ്ഞതും എല്ലാം വളരെ സന്തോഷം. മഹാശിവൻ ഒരു ഭക്തനാണ്. എന്റെ മനസ്സിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്ര അറിവുള്ള ഒരാളെ എനിക്ക് കിട്ടിയല്ലോ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാം. രക്ഷിക്കുന്ന ഒരു ഭഗവാൻ തന്നെയാണ് ഇതെന്ന് ഞങ്ങൾ ഉമാ മഹേശ്വരൻ. അതുകൊണ്ടാണ് പാർവതിദേവിയുടെ പ്രതിഷ്ഠയായിട്ടില്ല, പാർവതിദേവി ഉണ്ട് അവിടെ. അതാണ് അത് വൈകിട്ട് സമയത്ത് കൂടെ ഉണ്ട്, ദേവിയുടെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രസന്നാത്മകമായ ഒരു ക്ഷേത്രം ശിവക്ഷേത്രം. തന്നെ അറിയാൻ പറ്റും ശുദ്ധമായിട്ട്. ഞങ്ങളുടെ അടുത്ത് കണ്ടിയൂർ മഹാക്ഷേത്രമുണ്ട്. അവിടെ ചെന്നാൽ ശിവൻ ഒരു ദുഃഖഭാവത്തിലാണ് അത് ദാക്ഷായണി ദേവിയുടെ വിയോഗത്തിന് ശേഷം ഭഗവാൻ വിരക്തനായിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ നമുക്ക് ചെല്ലുമ്പോഴും അങ്ങനെ ഒരു ഫീൽ അത് തോന്നുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. സന്തോഷമാണ്, കോപമൊന്നുമില്ല. പിന്നെ നമ്മൾ അഹങ്കാരം മാത്രം കാണിക്കരുത് മാത്രമേ. ചെറിയ ശരി ഏട്ടാ. എന്റെ നമ്പർ ഈ മഹാക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ബ്രഹ്മയാമത്തിൽ, അതായത് 4 മണി മുതൽ രാത്രി 10 മണി വരെയും നിരന്തരം അവിടെ ഓരോ മണിക്കൂർ ഇടവിട്ട് മണി മുഴങ്ങിക്കൊണ്ടിരിക്കും. 4 മണിക്ക് 4 മണി ഇങ്ങനെ മുഴങ്ങും. അതിനടുത്ത് 5 മണിയാകുമ്പോൾ 5 എണ്ണം, അങ്ങനെ രാത്രി 10 മണി വരെയും മണികൾ മുഴങ്ങുന്നു. ആ പ്രദേശവാസികൾക്കും മുഴുവൻ ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഭഗവാനെക്കുറിച്ചുള്ള ചിരന്തരമായ സ്മരണ ദിനംതോറും നിലനിർത്തുവാൻ വളരെ ഉതകുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണിത്. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ നിരന്തരം ഭഗവത് സ്മരണകളെ ഉണർത്തുന്ന മണിനാദങ്ങൾ മുഴങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശംഖനാദം മുഴങ്ങിയിരുന്നെങ്കിൽ, നാം ഓരോ സനാതനികളും എപ്പോഴും ഈശ്വര നാമത്തിൽ അല്ലെങ്കിൽ ഈശ്വര സ്മരണയിൽ ലയിച്ചിരുന്നേനെ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള ചില അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ അതിന് സമീപത്തുള്ള ഭക്തജനങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നുള്ളൂ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശാലമായ തീർത്ഥക്കുളമാണ് നമ്മൾ കാണുന്നത്.
വൈകുന്നേരം ക്ഷേത്രം ദർശനത്തിനായിട്ട് തുറന്നു. ഭക്തജനങ്ങളുടെ പ്രവാഹം ആരംഭിച്ചു. ധാരാളം ഭക്തർ ശബരിമലയ്ക്ക് പോകുവാനുള്ളവർ ഒരു ഇടത്താവളമായിട്ടാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത്. முன்னாடி போ ஹரிஷ் போனா സ്വാമി ശരണമയ്യപ്പ. ഓം നമഃ ശിവായ. പുരാണ പ്രസിദ്ധവും പുണ്യപുരാതനവുമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം ഭാരതമൊട്ടുമുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ദക്ഷിണകാശി എന്ന് പേര് കേട്ട മഹാക്ഷേത്രം. രൂപിണിയായ ദേവിയുടെ രൂപം വാഹനമായ വേദവളത്തിന്റെ പുറത്തുകയറി വരുന്ന കളമായി എഴുതുന്നത്. ദേവിയുടെ വലതുവശം ദേവചൈതന്യവും ഇടതുവശം അസുര ചൈതന്യവുമാണ് സൂചിപ്പിക്കുന്നത്. ദേവിയുടെ കൈകളിൽ ഏന്തിയ 64 ആയുധങ്ങൾ 64 കലകളെ പ്രതിനിധീകരിക്കുന്ന എന്നാണ് സങ്കല്പം. 12ാമത്തെ ദിവസം വലിയ ദുരിതയോടുകൂടി വടക്കേ